നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ, മദീനയിൽ 2 ദിവസങ്ങളുണ്ട്, മെഹ്റജാൻ, നെയ്റൂസ് എന്ന് പറയുന്ന 2 ദിവസങ്ങൾ. ഈ 2 ദിവസങ്ങൾ അവർ സന്തോഷിക്കുന്ന, കളിച്ചാഹ്ലാദിക്കുന്ന ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? അവർ പറഞ്ഞു, ഈ ദിവസം ഞങ്ങൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അബ്ദലകും ഖൈറൻ മിൻഹുമാ, അല്ലാഹു നിങ്ങൾക്ക് ഇതിനേക്കാൾ ഖൈറായ 2 ദിവസത്തെ തരുന്നു, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. അപ്പൊ മദീനയിലെ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന പണ്ടേ അവർ ആചരിച്ചു വന്നിരുന്ന, അവർ ആഘോഷിച്ചു വന്നിരുന്ന 2 ദിവസമാണ് നെയ്റൂസ്, അതുപോലെ തന്നെ മെഹ്റജാൻ എന്ന് പറയുന്ന 2 ദിവസങ്ങൾ. ഈ 2 ദിവസത്തിനെയും മാറ്റി മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വെച്ചു കൊടുത്ത സന്തോഷിക്കാനുള്ള ദിവസമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ദിവസം നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ആരും സങ്കടപ്പെടുകയല്ല വേണ്ടത്. ചില സൂഫികൾ ചില കിതാബുകളൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പെരുന്നാളിന് പൊട്ടിച്ചിരിക്കുമ്പോൾ, പെരുന്നാളിന് സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്ന രീതിയിലൊക്കെ വിമർശിക്കുകയും നിങ്ങളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ചില ആളുകൾ പറഞ്ഞത് ചില ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഇസ്ലാം പഠിപ്പിക്കാത്ത ഒന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം പെരുന്നാളിന് നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞ ദിവസം. അതുകൊണ്ട് അന്ന് എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ടാണ് എല്ലാവരുടെ വീട്ടിലും സന്തോഷം ഉണ്ടാവണം, എല്ലാവരുടെ വീട്ടിലും സന്തോഷം ഉണ്ടാവണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിത്ർ, സക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സന്തോഷം ഒരു വീട്ടിലും എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പെൺകുട്ടികൾ അവർ പാട്ടുപാടി കളിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കറെ ഒഴിവാക്ക്, ഇന്ന് അവരുടെ ദിവസമാണ്, അവർ സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഹാദാ യൗമുൽ ഫറഹ്, ഇത് ഫറഹിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിവസമാണ് അബൂബക്കർ, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെരുന്നാൾ നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, നമുക്കറിയാലോ. ആ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ്. 2 ആഘോഷങ്ങളിടയിൽ നോമ്പെടുക്കൽ ഹറാമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യാമത്തെ ശരീക്ക്, ഭക്ഷണത്തിന്റെയും കുടിയുടെയും ദിവസമാണ്. അവിടേക്ക് നമുക്ക് നോമ്പ് വെക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് സന്തോഷിക്കാനും ഭക്ഷണം കഴിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ദിവസമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന നിലക്ക് നമ്മൾ ഇവിടെ ഒന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യം, നമ്മുടെ സന്തോഷം ഏതിനോട് കണക്റ്റാണ്? ഒരു ആരാധനയോട് കണക്റ്റാണ്. റമദാനിലെ 30 നോമ്പ് നോറ്റിട്ടാണ് നമ്മളൊരു സന്തോഷത്തിൽ കിടക്കുന്നത്. അതല്ല എങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സന്തോഷം കാണുന്നത്. ഈദുൽ അദ്ഹ. പണ്ഡിതന്മാര് പറയാണ്, മുസ്ലിമിന് എപ്പോഴും ആരാധനകളാണ് സന്തോഷം, ഇബാദത്തുകളാണ് സന്തോഷം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൽ, അഥവാ നമ്മൾക്ക് ഈ ഒരു ഈദ് സുദിനത്തിൽ അതിനെ ബഹുമാനിക്കുന്നവർക്ക് പ്രതിഫലം നൽകും. ഈദിൽ സന്തോഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹു പറയാം, ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ അത് അവന്റെ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളാണ്. അപ്പൊ ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ ഒരു ചിഹ്നമാണ്, ഷിയാറുള്ളയാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുകയും അതിനോട് നമ്മൾ അതിന്റെ ഹക്ക് വെച്ച് പുലർത്തുകയും ചെയ്താൽ അത് നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് പെരുന്നാൾക്ക് എന്തു വേണ്ട? നമുക്കൊരു ദുഃഖവും നമുക്കൊരു പരിതാപവും ആശങ്കയും അല്ല. ആ ദിവസം നമ്മൾ നല്ലവണ്ണം സന്തോഷിക്കേണ്ട ദിവസമാണ്. കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി നല്ല നല്ല കളികളും, അങ്ങനെ വീട് മൊത്തം ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അൽഹംദുലില്ലാ, ചില കുടുംബങ്ങളൊക്കെ വലിയ മാതൃകയാണ്. എടത്തനാട്ടുകരയിൽ ഒരു കുടുംബം നമ്മളെപ്പോഴും കാണാറുണ്ട്. അവരെല്ലാവരും ഒത്തുചേർന്ന് മക്കളെയൊക്കെ കൂട്ടി മക്കളുടെ പാട്ടും മക്കളുടെ പ്രസംഗവും കളികളുമൊക്കെയായി, മത്സരങ്ങളൊക്കെയായി, കാക്കക്കാരണവന്മാരും എല്ലാവരും ഇരുന്ന് അവരിങ്ങനെ പ്രൈസ് വിതരണം ചെയ്ത് വളരെ രസകരമായ ഒരു പെരുന്നാളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അങ്ങനെ ഒരു പെരുന്നാളാക്കണം നമ്മുടെ പെരുന്നാളിനെ. പെരുന്നാസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒറ്റ കടന്നുറങ്ങും, എന്നിട്ട് കുറേ കഴിഞ്ഞ് നീച്ചിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയല്ല. നമ്മൾ ആ ദിവസത്തെ ഒരു സന്തോഷത്തിന്റെ സുദിനമാക്കി മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി വീട്ടിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു കളികളും ഒക്കെ പ്ലാൻ ചെയ്ത് നല്ലൊരു സന്തോഷത്തിന്റെ സുദിനമാക്കി നമ്മൾ അതിനെ മാറ്റാൻ ശ്രദ്ധിക്കണം എന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ,
നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു നിയമങ്ങളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യന്റെ വികാരങ്ങളെ പിടിച്ചു വെക്കുക എന്നത് ഇസ്ലാം പറയുന്ന വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ സന്തോഷത്തിലും നിയന്ത്രണമുണ്ട്, സങ്കടത്തിലും നിയന്ത്രണമുണ്ട്. സങ്കടത്തിൽ നിയന്ത്രണമുണ്ട്, സന്തോഷത്തിലും നിയന്ത്രണമുണ്ട്. എന്താ സങ്കടത്തിൽ നിയന്ത്രണം? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം മരിച്ചു കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം കണ്ട് റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലേ എന്തേ നിങ്ങൾ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ഐന തദ്മഅ വൽ ഖൽബു യഹ്സുൻ വലാ നഖൂലു ഇല്ലാ മാ യർദാ ലിറബ്ബിന. കണ്ണിന്ന് കണ്ണീര് വരും, മനസ്സ് കരയും, സങ്കടപ്പെടും, പക്ഷേ നാവിൽ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒന്നും പറയില്ല. എന്ത് മനസ്സിലായി? ദുഃഖത്തിലും നിയന്ത്രണമുണ്ട്. ദുഃഖത്തിൽ നിയന്ത്രണമുണ്ട്. കരയും, നമുക്ക് സങ്കടം ഉണ്ടായ കണ്ണീര് വരാം, മനസ്സിന് ദുഃഖം ഉണ്ടാവാം, പക്ഷെ എന്ത് പറയാൻ പാടില്ല? നാവ് കൊണ്ട് നമ്മൾ പഴിച്ചു പറയുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, ശരീരം മാന്തി കീറുന്ന അവസ്ഥ, ശരീരത്തെ നോവിക്കുന്ന അവസ്ഥ, ഇത് പാടില്ല. അപ്പൊ ദുഃഖത്തെ നിയന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ദുഃഖത്തെ നിയന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഇതേ രൂപത്തിൽ തന്നെ സന്തോഷത്തെയും നമ്മൾ നിയന്ത്രിക്കണം. സന്തോഷം അതിര് വിട്ടുപോകുന്ന അവസ്ഥ ഒരിക്കലും പ്രിയമുള്ളവരെ ഉണ്ടാകാൻ പാടില്ല. പെരുന്നാൾ സന്തോഷിക്കാനുള്ള ദിവസമാണ്. പക്ഷേ ആ ദിവസം നമ്മുടെ സന്തോഷം എന്താവരുത്? അതൊന്നായിട്ട് ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സന്തോഷമാവരുത്. പെരുന്നാളിൽ കാണുന്ന ഏറ്റവും വലിയ ചില അബദ്ധങ്ങൾ എന്താണെന്നറിയാം? ഒന്നാമത്തത്, ആഘോഷിക്കാൻ വേണ്ടി താടി വടിക്കുക. നമ്മളൊന്ന് ആലോചിച്ചു. ഇസ്ലാം വളരെ പുണ്യമായി കാണുന്ന ഒന്നാണ് താടി. ആ താടിയെ നമ്മൾ പെരുന്നാളിന് ക്ലീനാക്കി ഷേവ് ചെയ്യുക എന്നത് അത് പെരുന്നാളിനോട് കാണിക്കുന്ന ഒരു അപമര്യാദയായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തൊരു കാര്യം, ഇടകലർന്ന ആഘോഷം. സ്ത്രീകളും പുരുഷന്മാരും ഒരു ലക്കും ലെവലില്ലാത്ത രീതിയിൽ ഒന്നായിട്ട് കലർന്നിട്ടുള്ള ആഘോഷം, അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഷെയ്ക്കറ്റ് കൊടുക്കുക, എല്ലാവരെയും തക്കബലല്ലാഹു മിന്നാ മിൻകും പറയുമ്പോൾ കൈ കൊടുക്കുക, അത് പാടില്ല. നമുക്ക് ഹറാമായ ഒരു പെണ്ണിന്റെ കയ്യിൽ തൊടാൻ പാടില്ല. ഹലാലായവർക്ക് മാത്രമേ തക്കബലല്ലാഹു പറഞ്ഞിട്ട് കൈ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നിയന്ത്രണങ്ങൾ ഈ പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിക്കണം. സംഗീതത്തിലേക്ക് പോവുക, അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ, അതാണ് പലപ്പോഴും വലിയ പരാജയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 29 ദിവസം നമ്മൾ തക്കുവക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസിലായിരുന്നു. 29 ദിവസം തക്കുവക്ക് വേണ്ടിയുള്ള എക്സസൈസാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 29 30 ദിവസം നമ്മൾ നോമ്പ് നോറ്റത് എന്തിനാണ്? നമുക്ക് തക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ തക്കുവ നമ്മള്, പ്രിയമുള്ളവരെ, നമ്മുടെ പെരുന്നാൾ വസ്ത്രത്തിലുണ്ടാവും. നിര്യാണിക്ക് മീതെയുള്ള വസ്ത്രമല്ല എങ്കിൽ ഈ 29 ദിവസത്തെയും 30 ദിവസത്തെയും നോമ്പുകൊണ്ട് എന്ത് തക്കവ നമുക്കുണ്ടായത്? നമ്മൾ എടുത്ത, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ എടുത്ത വസ്ത്രം നമ്മുടെ കണ്ണാടിയിൽ മുമ്പിൽ ഒന്നിട്ടിട്ട് എന്ത് ചെയ്യുക? ആ വസ്ത്രത്തിലേക്ക് ഒന്ന് ആത്മാർത്ഥമായി നോക്കിയിട്ട് പറയാൻ പറ്റണം, ഇതിൻ്റെ റബ്ബിന് ഇഷ്ടമുള്ള വസ്ത്രമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ഡ്രസ്സിലില്ല. എന്നാൽ പലപ്പോഴും വലിയ പരാജയമാണ്. നല്ല പർദ്ദ എടുത്തോട്ട് കൊടുക്കും, മോളത് നോക്കിയിട്ട് ഭയങ്കര ലൂസാണ്, അതുകൊണ്ട് ഷേപ്പ് ചെയ്യണം, ടൈറ്റ് ആക്കണം, അല്ലെ? പരിഹസിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, തഖ്വ നഷ്ടപ്പെടുത്തുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ പെരുന്നാളെങ്കിൽ റബ്ബിന് തൃപ്തിയില്ലാത്ത പെരുന്നാളാണ്. തഖ്വയുള്ള പെരുന്നാളാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പെരുന്നാളിൽ ചില ആളുകൾ ചെയ്യുന്ന ഒരു വലിയ, അതല്ലെങ്കിൽ ഒരു ബിദ്അത്ത് എന്ന് പറയുന്നത്, പെരുന്നാൾ ദിവസം മാത്രം ഖബർ സന്ദർശനം നടത്താൻ ചില ആളുകളുണ്ട്. ഈ ജുമാ കഴിഞ്ഞ നേരം മന്റെ ഖബറിലും ആ ദിവസം മാത്രം അങ്ങനെ പതിവായി ചെയ്യുന്നതിന് പണ്ഡിതന്മാര് എന്ത് ചെയ്തിട്ടുണ്ട്? ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ദിവസത്തിലേക്ക് തഖ്സീസ് ചെയ്യുക, പ്രത്യേകമാക്കുക എന്നതിനെ പണ്ഡിതന്മാര് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പെരുന്നാളിന്റെ ദിവസത്തിൽ പ്രത്യേകം ഉപദേശിച്ചതാണ്. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് റസൂൽ എത്തി നോക്കിയപ്പോൾ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്നാണ്. എന്തേ കാരണം? സിൻഫാനി മിൻ അഹ്ലിന്നാർ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റീഹഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വിഭാഗം നരകക്കാരാണ്.
അതിലൊരു വിഭാഗമാരാണ് നിസാഉൻ, ഒരു കൂട്ടം സ്ത്രീകളാണ്. കാസിയാത്തുൻ, ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, നഗ്നകളാണ്. ഇടാനിട്ടിട്ടുണ്ട്, എന്നാൽ പുറത്ത് കാണുന്നുണ്ട്. ഇതാവരുത്. നമ്മൾ മറ്റേ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവരുത്. ടൈറ്റ് ഫിറ്റാക്കി ശരീരത്തിന്റെ തടിയും കൊഴുപ്പും ഒക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിൽ പ്രിയമുള്ള സഹോദരിമാരെ വസ്ത്രം ഇട്ടാൽ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ മുടികളൊക്കെ ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്, ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് നടക്കുന്നവളാണ്. ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റീഹഹ. സ്വർഗ്ഗത്ത് കയറൂല എന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, ഈ പെരുന്നാളിൽ ഒരിക്കലും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന വസ്ത്രവും സുഗന്ധവും പൂശിക്കൊണ്ട് നമ്മൾ മുസല്ലയിലേക്കും കാര്യങ്ങളിലേക്കും പോകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ചെറിയ പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകൾ കൂടെ പറഞ്ഞ് സഹോദരങ്ങളെ അവസാനിപ്പിക്കാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് നമ്മൾ പുറപ്പെടേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിൽ, ചെറിയ പെരുന്നാളിന് മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ ഒറ്റയാക്കിക്കൊണ്ട് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് പുറപ്പെടാറുന്നത്. അപ്പൊ വിത്തറാക്കി ഈത്തപ്പഴം കഴിച്ചിട്ടാണ് റസൂൽ പുറപ്പെട്ടത്. അപ്പൊ എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് നമ്മൾ മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടത്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നടന്നു പോവുക എന്നതാണ് റസൂലിന്റെ സുന്നത്ത്. അപ്പൊ നമുക്ക് അടുത്തൊക്കെയാണ് ഈ മുസല്ല ഉള്ളതെങ്കിൽ നടന്നു തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതൊരു വല്ലാത്ത സുന്നത്താണ്. നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടന്നു പോകുകയാണ് റസൂലിന്റെ ഇഷ്ടം. അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരുപാട് സാക്ഷികൾ എന്ത് ചെയ്യും, പരലോകത്ത് വരും. നമ്മുടെ ഈ പോക്ക് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അവരൊക്കെ നമുക്ക് പരലോകത്ത് സാക്ഷി പറയും എന്ന് ഇതിന്റെ ഹിക്മത്തായി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും പെരുന്നാൾ മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നത് ഒരു നല്ല സുന്നത്താണ്. അത് റസൂൽ കാണിച്ചു തന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് സ്വീകരിക്കുക. രണ്ടു വഴിയിലൂടെ പോവുക, പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ മറ്റൊരു വഴി. കാരണം ഒരുപാട് ആളുകളെ കാണാം, അതേപോലെ തന്നെ ബന്ധം പുതുക്കാം, സലാം വർദ്ധിപ്പിക്കാം, അതേപോലെ തന്നെ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ ഇരുവഴികൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പെരുന്നാളിൽ ഭംഗി സ്വീകരിക്കുക എന്നുള്ളതാണ്. നല്ല വസ്ത്രം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്നൊരു പട്ടു വസ്ത്രം വാങ്ങി. ഒരു ഇസ്തബറക്ക് എന്ന് പറഞ്ഞ നല്ല നേർത്ത നല്ല പട്ട് വസ്ത്രം, ഒരു പച്ച പട്ടു വസ്ത്രം വാങ്ങിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് കാണിക്കാൻ, പെരുന്നാക്കുള്ള ഡ്രസ്സാണ് താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഒരിക്കലും പറ്റില്ല. കാരണം ഇത് നരകത്തിന്റെ ആളുകൾ, അതല്ലെങ്കിൽ ഈ ഇസ്ലാമില്ലാത്ത ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്, ഇത് നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അത് പട്ടിന്റെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, റസൂല് പാടില്ല എന്ന് പറഞ്ഞത്. ആ ഹദീസ് വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, നല്ല പുത്തൻ വസ്ത്രങ്ങൾ, നല്ല പുതിയ വസ്ത്രങ്ങൾ, നമുക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, അതാണ് എന്ത് ചെയ്യേണ്ടത്, പെരുന്നാളിന് നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പുരുഷന്മാരാണെങ്കിൽ നല്ല ഭംഗി സ്വീകരിച്ച് സുഗന്ധം പൂശി നല്ല വൃത്തിയായി, അല്ലെ, നമ്മൾ സാധാരണ എത്രത്തോളം നമ്മൾ വൃത്തിയാവാൻ ശ്രദ്ധിക്കാറുണ്ട് ആ രീതിയിലൊക്കെ ഭംഗി സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പെരുന്നാളിന് മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നതാണ്. എന്നാൽ സ്ത്രീകൾ പെരുന്നാൾ മുസല്ലയിലേക്ക് അവരും വരണം. കാരണം ഈ ഖൈറിന്, പെരുന്നാളിന്റെ സന്തോഷത്തിന് സ്ത്രീകളും സാക്ഷിയാവട്ടെ എന്നാണ്. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളുടെ സാഹോദര്യം കെട്ടുറക്കട്ടെ എന്നാണ്. കാരണം ഹൈറുള്ള അശുദ്ധിയിലുള്ള സ്ത്രീകൾ പോലും പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് അവർക്ക് വരാം. നിസ്കരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും കുടുംബത്തോടുകൂടി ആ ഈദിന്റെ മുസല്ലയിൽ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. കാരണം അതൊരു ആ ദിവസത്തിൽ നമ്മളിങ്ങനെ കണ്ട് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഒരു മധുരമൊക്കെ കഴിച്ച് നമ്മുടെ ഒരു ബന്ധവും നമ്മുടെ ഒരു സാഹോദര്യവും എല്ലാവരും ഒത്തുചേരുന്ന ഒരു പറമ്പാണ് പെരുന്നാളിന്റെ മുസല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ കുടുംബത്തോടെ എത്തിച്ചേരുക, എല്ലാവരും ആ ബന്ധം ഒന്ന് പുതുക്കുക, പരസ്പരം സലാം പറയുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് അങ്ങനെ ഒരു അതോടൊപ്പം തന്നെ ഹദിയകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഹദിയ, പെരുന്നാൾ പൈസ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പൈസകളൊക്കെ ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. അത് നമ്മൾ നമ്മുടെ മക്കൾക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുക,
അതൊക്കെ ഈ പെരുന്നാളിൽ വളരെ ഹൈറാണ്. അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സന്തോഷവും അവരുടെ സ്നേഹവും ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ് തന്നെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ശവ്വാലിന്റെ അമ്പിളി കണ്ടു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? തക്ബീർ ചൊല്ലി തുടങ്ങാം. തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് രണ്ടാക്കിക്കൊണ്ട് നാലാക്കിക്കൊണ്ടും, അഥവാ അല്ലാഹു അക്ബർ എന്നിട്ട് വലില്ലാഹിൽ ഹംദ് എന്നും, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്ന രീതിയിൽ, നമ്മൾ സാധാരണ ചെല്ലുന്ന രീതിയിലും രണ്ടാക്കിയിട്ടും നാലാക്കിയിട്ടും എന്ത് ചെയ്യാം? തക്ബീർ ചെല്ലാൻ തുടങ്ങാം. ഏതായാലും തക്ബീർ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവൻ. ലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്തിനാ തക്ബീർ ചെല്ലുന്നത്? പടച്ചോനാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ തൗഫീഖ്, ഈ മുസല്ലയിലിരിക്കാം, ഈ നോമ്പ് നോൽക്കാൻ, ഇസ്ലാമിന്റെ അനുയായിയായി യഥാർത്ഥ തൗഹീദിന്റെ വക്താവായി ജീവിക്കാൻ. അതൊരു വല്ലാത്ത തൗഫീഖാണ്. അത് അല്ലാഹു തന്നതാ. അതുകൊണ്ടാണ് ഖന്തക് യുദ്ധത്തിൽ കിടന്നുകുഴിക്കുന്ന സമയത്ത്, മണ്ണിങ്ങനെ ഏറ്റി കൊണ്ടുപോകുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടിയിരുന്നു ഞാൻ, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ സല്ലൈന വലാ തസദ്ദഖന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക് യുദ്ധത്തിൽ പാടിയിരുന്ന പാട്ടായി കാണാൻ കഴിയും ഹദീസിൽ. എന്താണത്? വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലൗലല്ലാഹ്, അല്ലാഹു ഇല്ലായിരുന്നുവെങ്കിൽ, മഹ്തദൈന, നമ്മൾ ആരും ഹിദായത്തിന്റെ അടുത്തിൽ എത്തൂല. അത് അല്ലാഹു തന്ന തൗഫീഖാണ്. അല്ലാഹുവാണ് നമുക്ക് ഹിദായത്ത് തന്നത്. വലാ തസദ്ദഖന വലാ സല്ലൈന, നമ്മൾ നിസ്കരിക്കില്ലായിരുന്നു, നമ്മൾ നോമ്പൊക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇതൊക്കെ പടച്ചോൻ തന്ന തൗഫീഖാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീറിന്റെ ധ്വനികൾ നമ്മൾ ചെല്ലുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതിയോടെ, സന്തോഷത്തോടെ, വലിയ ശുക്രോടെ വേണം പ്രിയമുള്ളവരെ ആ തക്ബീർ നമ്മൾ ചെല്ലാൻ. അത് നിസ്കാരം വരെയാണ് തക്ബീർ ചൊല്ലാൻ ചെറിയ പെരുന്നാളിന് അനുവാദമുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി എന്ത് ചെയ്യാം? സ്ത്രീകൾ പതുക്കെയാണ് ചെല്ലേണ്ടത്, പുരുഷന്മാർ ഉറക്കെയാണ് ചെല്ലേണ്ടത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഏതായാലും പ്രിയമുള്ളവരെ, ഇതാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ.